വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ചാനാട്ടുമറ്റം ജംഗ്ഷൻ, കട്ടപ്പന, ഗ്രാൻഡ് സെൻട്രൽ മാൾ മൂവാറ്റുപുഴ, TMS സെൻട്രൽ മാൾ പെരുമ്പാവൂർ ആൻഡ് മാൾ ഓഫ് ജോയ് കോട്ടയം. ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാഷ്വൽ ഫോമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. മെയിൻ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ സെമി മൊഡാൽ ഫാബ്രിക് ആണ്. അതിൽ അജ്രക് ഡിസൈൻ ഇതല്ലേ, ഇതുപോലത്തെ അജ്രക് ഡിസൈനും യോക്ക് വന്നിട്ട് ലക്നവി എംബ്രോയിഡറിയുമാണ് ചെയ്തിരിക്കുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന യോക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ തന്നെ മോഡൽസ് ഒരുപാടെണ്ണം ചെയ്തിട്ടുണ്ട്. ഭയങ്കര റീസ്റ്റോക്ക് ഒക്കെ ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണത്. അതിൻ്റെ എല്ലാം കളറ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാർക്ക് ചാർട്ടുകളാണ്. ഇതിലെല്ലാം ബേസ് ആ ഒരു ഇതുണ്ടല്ലേ, ഒരു ക്രീം പോലെ നിൽക്കുന്ന ഷെയ്ഡ് ബേസ് കൊടുത്തിട്ട് അതിൽ അജ്രക് ഡിസൈനിലാണ്, അതിൻ്റെ കോമ്പിനേഷൻസിലാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. സോ ഫസ്റ്റ് വൺ ഞാൻ ഇട്ടേക്കുന്ന ഷെയ്ഡ് തന്നെയാണ്. അതിൽ അജ്രക് ഡിസൈനിലുണ്ടല്ലേ ആ ഒരു റെഡ് ടോൺ ആണ് കൊടുത്തേക്കുന്നത്. റെഡും ഒരു ചിക്കു പോലത്തെ കോമ്പിനേഷനുമാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. സോ നമുക്കത് വേണമെങ്കിൽ എപ്പോഴും ഫുൾ റെഡ് തന്നെ നമുക്ക് ക്രിസ്മസിന് വേണ്ടി ഇടാതെ അല്ലാത്ത, അതായത് എല്ലാ ഫംഗ്ഷനും വേണമെങ്കിലും അല്ലാതെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളർ റെഡ് വേണമെങ്കിൽ ക്രിസ്മസിനും യൂസ് ചെയ്യാൻ റെഡൊക്കെ വന്നേക്കുന്നുണ്ട്. അങ്ങനെ ഒരു കളർ ഷെയ്ഡാണ്. എൻ്റെ യോക്ക് ഇതുപോലെ ഫുൾ ലക്നവി വർക്ക് കൊടുത്തിരുന്ന ഒരു ബോക്സ് പാറ്റേൺ ആണ്. നമുക്ക് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ നെക്ക് വേണേലും ഇതിൽ ചെയ്യാം. നല്ല വൈഡ് ആയിട്ടുള്ള നെക്കോ എങ്ങനെ വേണേലും ചെയ്യാം. ഇതുപോലെ എംബ്രോയിഡറി വർക്ക് ആ ഒരു അതിനെ ജോയിൻ ചെയ്യുന്ന ആ ഒരു പോർഷൻ ലേസ് ചെയ്തിട്ടുണ്ട്. അതില്ലേ ലേസ് പാച്ച് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഓവറോൾ ലുക്ക്. ഇതുണ്ടല്ലോ ദുപ്പട്ടയിലും സെമി മുഡാലാണ്. സെമി മുഡാൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഹാൻഡിൽ ചെയ്യാനും യൂസ് ചെയ്യാനും ഒക്കെ വളരെ കംഫർട്ടബിൾ ഫാബ്രിക് ആണ്. അതിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഓൺ ഡിസൈൻ ആണ്. അതുകൊണ്ട് തന്നെ 2.6 മാർക്കറ്റിലുള്ള ലെങ്തിനേക്കാളും ഒരുപാട് കൂടുതലാണ് നമ്മുടെ ഓൺ ഡിസൈനിന് വരുന്ന ഫാബ്രിക്കിലുള്ള ലെങ്തും വിഡ്ത്തും ഒക്കെ. ഇതിനെല്ലാം 2.6 ടോപ്പ് ലെങ്ത് വരുന്നുണ്ട്. ഇതിൽ ബ്ലൂ കോമ്പിനേഷൻ ആണ് ആ ഒരു അജ്രക് ഡിസൈനിൽ യൂസ് ചെയ്തിരിക്കുന്ന ബേസ് ഓഫ് വൈറ്റ് കളർ ഷെയ്ഡ്. ദുപ്പട്ടയിൽ വരുമ്പോൾ ആ ഒരു ബ്ലൂ ചിക്കു, അതായത് അജ്രക് ഡിസൈനിലും ചിക്കു ബ്ലൂ യൂസ് ചെയ്തിരുന്ന ആ ഒരു കോംബോയിലാണ് ദുപ്പട്ട ചെയ്തിരിക്കുന്നത് വിത്ത് കോൺട്രാസ്റ്റ്. അതായത് കോൺട്രാസ്റ്റ് എന്ന് പറയത്തില്ല, ബേസ് കളർ ആ ഒരു ഓഫ് വൈറ്റ് ആണ്, ആ ഒരു ഷെയ്ഡിലാണ് ബോട്ടം. ഇതാണ് അടുത്ത ഷെയ്ഡ്. ഇതിലെല്ലാം ജസ്റ്റ് ആ അജ്രക് ആ ഒരു പ്രിന്റ് കളർ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സംഭവങ്ങളും ഒരുപോലെ തന്നെയാണ്. ഇതെന്താ യോക്ക് വന്നേക്കുന്നു, ലക്നവി വർക്ക് കൊടുത്തേക്കുന്ന യോക്കാണ്. കുറച്ചും കൂടെ വൈഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു നെക്കായിരിക്കും. ഇതിനൊക്കെ കുറച്ചും കൂടെ ആപ്റ്റ് എന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. എൻ്റെ ഇച്ചിരൂടെ കയറിയ നെക്കാണ്. അതിനേക്കാളും കുറച്ച് വൈഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതാണ് എൻ്റെ ഡിസൈൻ. അതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്ന ഒരു എന്നാ പറയുക, ഒരു ഗ്രേപ്പ് പോലെ നിൽക്കുന്ന കോമ്പിനേഷനാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ ദുപ്പട്ട വിത്ത് സാൻഡോൺ ഫാബ്രിക്കൽ ബോട്ടം. ലാസ്റ്റ് വണ്ണിൻ്റെ കോമ്പിനേഷൻ ഇതിലൊരു നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ബ്ലാക്ക്, അതായത് ബ്ലാക്കിഷ് ഗ്രേ, അതായത് ഡാർക്ക് ജെറ്റ് ബ്ലാക്ക് അല്ല, ചില ഒരു ആംഗിളിൽ നോക്കുമ്പോൾ നമുക്കൊരു ബോട്ടിൽ ഗ്രീൻ്റെ ലുക്കൊക്കെ തോന്നും. ബോട്ടിൽ ഗ്രീൻ അല്ല കേട്ടോ, ഒരു ഗ്രീൻ പോലെയൊക്കെ തോന്നും. ഗ്രീൻ എല്ലാം തോന്നുന്നു, ഒരു ബ്ലാക്കിഷ് ഗ്രേയും ബ്ലാക്കിൻ്റെയും കൊണ്ട് ഒരു ബ്ലണ്ടഡ് കളറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ 4 കളർ ഷെയ്ഡ്സ് ആണ് ഈ ഒരു സെമി മുഡാൽ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത്. 1080 ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് വിത്ത് സാൻഡൂൺ ബോട്ടം. താങ്ക് യു.